സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അമ്മേ നിൻ ജീവിത താളമായി അന്യോന്യം സ്നേഹിക്കാൻ അരുളിയ പുത്രൻ്റെ മനസ്സിൽ നീയെന്നും കാരുണ്യമാ കാനായിലെ പോലെ ഞങ്ങൾക്കു വേണ്ടി കനിവിൻ്റെ വാതിൽ തുറക്കേണമേ. സ്നേഹമാണമ്മേ ഞങ്ങൾക്കു നീയെന്നും മനസ്സിൽ നിറയുന്ന പുണ്യവും നീ. എൻ്റെ പേര് ടിജോ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ തൃക്കുടത്താനത്ത് താമസിക്കുന്നു. എൻ്റെ മാതാവിനോടുള്ള ഭക്തിയുടെ ആരംഭം എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ നിന്നാണ്. ജപമാല ചൊല്ലിയായിരുന്നു വീട്ടിൽ പ്രാർത്ഥിച്ചിരുന്നത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതി നിൽക്കുന്ന സമയത്ത് ഞാൻ ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു യുവജന ധ്യാനത്തിൽ പങ്കെടുക്കാനിടയായി. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് ഒരു ദിവസം മാതാവിനെക്കുറിച്ചുള്ള ക്ലാസ് കേൾക്കുവാനിടയായി. മാതാവിൻ്റെ മാധ്യസ്ഥത വഴി നമുക്ക് സകലതും ലഭിക്കും എന്നുള്ള പ്രത്യാശ ക്ലാസ്സിൽ നിന്ന് എനിക്ക് ലഭിച്ചു. ധ്യാനശേഷം തിരികെ വന്ന് ഞാൻ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി. അതിനു മുമ്പ് കുടുംബ പ്രാർത്ഥനയിൽ സജീവമല്ലായിരുന്നു. പലപ്പോഴും ഉറക്കം തൂങ്ങിയും അശ്രദ്ധയോടുകൂടിയുമൊക്കെയാണ് ജപമാല ചൊല്ലിയിരുന്നത്. പക്ഷേ ധ്യാനത്തിന് ശേഷം വീട്ടിലെ ജപമാല പ്രാർത്ഥനയുടെ തുടക്കക്കാരൻ ഞാൻ തന്നെയായി മാറി. പ്രാർത്ഥനയ്ക്ക് തുടക്കം ഞാൻ തന്നെ ഇട്ടു. ജപമാല ഞാൻ തന്നെ ചൊല്ലാൻ തുടങ്ങി. അതിന് നേതൃത്വം കൊടുത്ത് ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പം കൂടുതൽ ശക്തി ആർജിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. 2 ആഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരവും ഒക്കെ ആ നാളുകളിൽ പതിവായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അനുഭവപ്പെട്ടു തുടങ്ങിയൊരു കാര്യം, കുമ്പസാരിക്കുന്നതിന് മുമ്പും കുമ്പസാരിച്ചതിന് ശേഷവുമൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പം കൂടുതൽ കൃപ കിട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കുമ്പസാരത്തിന് ശേഷം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ വരപ്രസാദ അവസ്ഥയിൽ നിലനിൽക്കാനുള്ള കൃപ ലഭിക്കുന്നതായിട്ടും കൂടുതൽ ശക്തി ലഭിക്കുന്നതായിട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാഴ്ച കാണുകയാണ്. കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ഞാൻ കാണുകയാണ്. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നു. പിന്നെയും ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഒരു രൂപം കണ്ടു. മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ വലിയൊരു അനുഭവം ഉണ്ടായി. ഇതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിനുശേഷം എൻ്റെ ജപമാല ഭക്തി കൂടി. പലപ്പോഴും 203 മണി ജപം പോലും ഒറ്റയ്ക്കിരുന്ന് ചെല്ലുന്ന പതിവ് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ തുടക്കം എന്ന് പറയുന്നത് ജപമാലയാണ്. എങ്ങനെ വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പരിശുദ്ധ അമ്മയാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ജപമാല ചൊല്ലി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ എൻ്റെ ജപമാലയിൽ ഓരോ ദിവസവും കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ജപമാല ചൊല്ലുന്നത് ഒരു ആനന്ദമായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു തുടങ്ങി.
അങ്ങനെ എൻ്റെ +2 പഠന ശേഷം ഈ മുന്നോട്ട് ഏത് കോഴ്സ് ചെയ്യണം എന്ന് അറിയാതെ വിഷമിച്ചിരുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കടന്നു പോകാനിടയായി. ആ സമയത്ത് TTC കോഴ്സിന് അവിചാരിതമായിട്ട് ചേരുവാനിടയായി. അങ്ങനെ ആ കോഴ്സിന് 2 വർഷം ചേർന്ന് പഠിക്കുന്ന സമയത്ത് ഞാൻ ടീച്ചിങ്ങിനെ കൂടുതൽ ഇഷ്ടപ്പെടുകയാണ്. അതിനു മുമ്പ് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും ധൈര്യപ്പെടാതിരുന്ന ഞാൻ മറ്റുള്ളവരോട് നിൽക്കാനും സംസാരിക്കാനും ഒക്കെ ആരംഭിച്ചു. മാതാവ് എന്നെ അനുദിനം വളർത്തിക്കൊണ്ടിരുന്നു. ജപമാലയായിരുന്നു എനിക്ക് കൂട്ട്. എനിക്ക് കുട്ടികളുടെ മുമ്പിൽ നിന്ന് ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു, വലിയ ഭയമായിരുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ ഒക്കെ പോയിരുന്നത്. എൻ്റെ പ്രാക്ടീസൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ എന്നിലുള്ള ആ കഴിവിനെ കണ്ടെത്തിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി വഴിയാണ്. അങ്ങനെ TTC പഠനം കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് SP കോളേജിൽ ചേർന്നു. SP കോളേജ് ചേർന്ന് പഠിക്കുന്ന 2ാം വർഷത്തിൽ എനിക്കൊരു താൽക്കാലിക ജോലി കിട്ടുകയാണ്. അങ്ങനെ ഈ താൽക്കാലിക ജോലി കിട്ടിയപ്പോഴത്തേക്കും പഠനം നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഈ അവസ്ഥയിലേക്ക് വന്നപ്പം എനിക്ക് ഭയങ്കര വിഷമമുണ്ടായ, കാരണം ജോലിക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല, പഠനം നിന്നു പോകാനും പാടില്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് തുടർന്ന് പഠിക്കണം. അങ്ങനെ 2ാം വർഷം തൊട്ട് തുടർന്ന് പഠിക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് പഠിക്കുകയും ഡിഗ്രി പഠനം വിജയകരമായിട്ട് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ആ താൽക്കാലിക ജോലിയിൽ നിന്നും വിട്ട് ഞാൻ B.Edന് NSS കോളേജിൽ ചേരുകയും ആ സമയത്ത് വലിയൊരു ദൈവിക ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ആ കോളേജ് യൂണിയൻ്റെ ചെയർമാനായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് എന്ത് പറ്റും, എങ്ങനെ ഇത് സാധിക്കും എന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ എന്നിലുണ്ടായി. പക്ഷേ എൻ്റെ ഓരോ പ്രവർത്തനവും ജപമാല ചൊല്ലിയായിരുന്നു. B.Ed പഠന കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ടീച്ചേഴ്സ് പറഞ്ഞു, ഇതുവരെ ഉണ്ടായിരുന്ന ചെയർമാന്മാരിൽ നിന്നും വ്യത്യസ്തനായ ഒരു ചെയർമാൻ ആയിരുന്നു ഇത്, ഒരുപാട് പ്രോഗ്രാംസ് കോളേജിൽ നടന്നു എന്ന് പറഞ്ഞത് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. തീർച്ചയായിട്ടും ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പരിശുദ്ധ അമ്മ വഴിയായിട്ട് എനിക്ക് ലഭിച്ച അനുഗ്രഹമാണ്. അതിനുശേഷം എനിക്ക് PGക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ റെഗുലറായിട്ട് പഠിക്കാനായിട്ട് പോകാതെ പഠിക്കണം, ജോലി ചെയ്തുകൊണ്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ PGക്ക് ഞാൻ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്തു. ആരുടെയും സഹായം ഒന്നുമില്ല, ഒറ്റ സഹായം, പരിശുദ്ധ അമ്മയുടെ സഹായം മാത്രം. എൻ്റെ കോളേജിലെ അധ്യാപിക പരിശുദ്ധ അമ്മയായിരുന്നു. അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്. PGയും ഇതുപോലെ തന്നെ ഓരോ സെമസ്റ്ററും വിജയകരമായിട്ട് പൂർത്തീകരിച്ച് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും എൻ്റെ പഠന ജീവിതം ദൈവത്തിൻ്റെ വലിയ ദാനമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും അമ്മയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ B.Ed പഠനം കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയം ഞാൻ ജപമാലയിൽ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എനിക്ക് ഒരു ജോലി തരണം, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ദൈവഹിതത്തിനനുസൃതമായി ഒരു ജോലി എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബയോഡേറ്റ കൊടുത്ത സ്കൂളുകളിൽ നിന്ന് ഒരു സ്കൂളിൽ നിന്ന് എനിക്ക് ഒരു ദിവസം ഒരു കോൾ വന്നു, ഇന്ന ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്, വന്ന് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ആ കോൾ വന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ പലവിധ കാര്യങ്ങൾ ഓടി നടന്ന്, സത്യം പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എൻ്റെ ഓർമ്മയിൽ നിന്ന് പോയി, മറന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ആ ദിവസം ഏതാണെന്ന് മറന്നുപോയി. അങ്ങനെ ഞാൻ ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം രാവിലെ ഉണർന്നതിന് ശേഷം എൻ്റെ മനസ്സിലോട്ട് ആരോ ഓർമ്മപ്പെടുത്തി തരുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, ഇന്ന് ഇൻ്റർവ്യൂ ആണ് എന്ന് ഒരു സ്വയം പോലെ ഞാനിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് ഇൻ്റർവ്യൂ ആണല്ലോ, ഒന്നും ഒരുങ്ങിയിട്ടില്ല, പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇൻ്റർവ്യൂവിന് പോകുമ്പം ക്ലാസ് എടുക്കണം,
ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിനൊക്കെ നന്നായിട്ട് ഒരുങ്ങി വേണം പോകാനായിട്ട്. ആ ഒരുക്കമൊന്നും എനിക്കില്ല. ഞാൻ അന്ന് രാവിലെ ഇവിടെ ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച്, ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരെയൊക്കെ ഞാൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ തയ്യാറായി സ്കൂളിലേക്ക് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരുപാട് പേര് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നു ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എനിക്ക് സാധ്യതയില്ല. കാരണം ഒരുപാട് പേര് വളരെ തയ്യാറെടുപ്പോടുകൂടി വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പം ഞാനൊരു തയ്യാറെടുപ്പും ഇല്ലാതെയാണ് അങ്ങോട്ട് ഓടിപ്പാഞ്ഞിരുന്നത്. എൻ്റെ കൈമുതലായിട്ട് എനിക്കുള്ളത് ജപമാല മാത്രമേ ഉള്ളൂ. ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥം മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. മറ്റ് ഒരുക്കങ്ങളൊന്നും എനിക്കില്ല. ലോകത്തിൻ്റേതായ ഒരു ഒരുക്കവും എനിക്കില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ എന്താ പറയുന്നതെന്ന്. ഏതോ ഒരു പ്രത്യേക ഒരു പവർ ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ആ സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ക്ലാസ് എടുത്തു, നന്നായിട്ട് ഒക്കെ ചെയ്തു എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഇറങ്ങിയതിന് ശേഷവും എങ്ങനെയാവും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് തിരികെ പോകുന്നു. 100-ലധികം ആളുകൾ, 100-നടുത്ത ആളുകൾ പങ്കെടുത്ത ആ ഇൻ്റർവ്യൂവിൽ നിന്ന് എനിക്ക് സെലക്ഷൻ കിട്ടത്തില്ല എന്നുള്ള ധാരണയാണ് അപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അന്ന് ഉച്ച തിരിഞ്ഞ് എനിക്ക് സ്കൂളിൽ നിന്നൊരു കോൾ വരികയാണ്, നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് ആ സ്കൂളിൻ്റെ പേര് മാതാവിൻ്റെ നാമധേയത്തിലുള്ളൊരു സ്കൂളായിരുന്നത്. മേരി റാണി പബ്ലിക് സ്കൂൾ ആൻഡ് ജൂനിയർ കോളേജ്. ആ സ്കൂളിൻ്റെ പേര് അമ്മയുടെ പേരിലാണ്. അപ്പോൾ അമ്മ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന ഒരു ജോലിയാണ് എന്നെനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. വ്യക്തമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്ത് ഇങ്ങനെ തുടർന്ന് പോകുന്ന സമയത്ത് എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ടായി. ഈ ജപമാല ഞാൻ എന്നും എൻ്റെ കൂടപ്പിറപ്പായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. ഒരു 10 വർഷത്തിനോളം അടുപ്പമുണ്ട് എനിക്ക് ഈ ജപമാലയുമായിട്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ അപേക്ഷകളും യാചനകളും എൻ്റെ നൊമ്പരങ്ങളും സങ്കടങ്ങളും സന്തോഷവും ഒക്കെ ഞാൻ പങ്കുവെക്കാറുള്ളത് ഈ ജപമാലയിലൂടെയാണ്. അപ്പം ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്നും ഇതുപോലെ മലപ്പുറത്തേക്ക് ഒരു യാത്ര പോയി. സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് യാത്ര പോയതാണ്. അങ്ങനെ മലപ്പുറത്ത് ഞാൻ ചെന്ന് എൻ്റെ കൂടെ വേറൊരു അധ്യാപകനുണ്ട്. അപ്പോൾ ആ അധ്യാപകനുമായിട്ട് ഒന്നിച്ച് ഞാൻ ലോഡ്ജിൽ ഒരാഴ്ചയോളം ഇങ്ങനെ താമസിച്ച് പല സ്കൂളുകളുമൊക്കെ സന്ദർശിച്ച് ഞങ്ങൾ പോയതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച അവസാനത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് കിട്ടിയതൊരു വീടാണ്. അപ്പോൾ അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ അധ്യാപകൻ്റെ അകന്ന റിലേഷനിലുള്ള ഒരു വീടായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ അന്നേ ദിവസം രാത്രിയാണ് ചെന്ന് താമസിക്കുന്നത്. മഞ്ചേരിയിലുള്ള ഒരു വീട്ടിലാണ് താമസിച്ചത്. അന്ന് രാത്രി അവിടെ ചെന്ന് താമസിച്ചു. വെളുപ്പിന് തന്നെ അവിടുന്ന് തിരികെ പോന്നു. തിരികെ യാത്ര തിരിച്ച ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ജപമാല നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ജപമാല എൻ്റെ നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് എന്നിൽ വലിയൊരു സങ്കടം ഉണ്ടാക്കി. കാരണം എന്തോ ഒരു വലിയൊരു ആത്മബന്ധം എനിക്ക് ഈ ജപമാലയോട് ഉണ്ടായിരുന്നു എന്ന സത്യം ഞാൻ അവിടെ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു ചങ്ങനാശ്ശേരിയിലെത്തി ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും ആ ജപമാല തിരികെ വേണം, ആ വീട്ടുകാരെ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്ത് അത് വാങ്ങിത്തരണം. അപ്പം മലപ്പുറത്ത് മഞ്ചേരിയിൽ ചെന്ന് ഈ ജപമാല മേടിക്കാൻ എന്നാ മണ്ടത്തരമാണ്, നിനക്കൊരു 10-20 രൂപ കൊടുത്ത് വേറൊരു ജപമാല മേടിച്ചുകൂടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു, എൻ്റെ ബന്ധം ഈ ജപമാലയായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്, അതുകൊണ്ട് എനിക്കത് തിരികെ വേണം. പക്ഷേ അതങ്ങനെ പറഞ്ഞ് ആ സുഹൃത്ത് അങ്ങ് പോയി. പിന്നെ എൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളോടൊക്കെ ഞാനിത് പങ്കുവെച്ചപ്പോൾ അവരും എന്നോട് പറഞ്ഞത് വേറൊരു ജപമാല വാങ്ങിക്കൂടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ മാതാവിനോട് പറഞ്ഞത് ഇതാണ്, അമ്മ എനിക്ക് ആ ജപമാല തിരിച്ചു തരണം, എനിക്കത് വേണം. എനിക്ക് പല ദിവസങ്ങളായിട്ട് എൻ്റെ ജപമാല മുടങ്ങുന്നു, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തരത്തിൽ ഞാനങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ ഈ സ്കൂളിലെ ഒരു അധ്യാപകന്, ഞാൻ ഈ മലപ്പുറത്ത് പോയത് അറിയാവുന്ന ഒരു അധ്യാപകന്
എന്നോട് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചു, ചോദിച്ചു. മലപ്പുറത്തേക്ക് പോയ ട്രെയിനിൻ്റെ സമയം കാര്യങ്ങളൊക്കെ എന്നോട് തിരക്കി. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എന്ന്. മലപ്പുറത്തേക്ക് പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഒരു പെണ്ണ് കാണാനാണ് അവിടോട്ട് പോകുന്നത്. ഞാൻ ചോദിച്ചു മലപ്പുറത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മഞ്ചേരിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മഞ്ചേരി എന്ന് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം മഞ്ചേരിയിലാണ് എൻ്റെ ജപമാല നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആ അധ്യാപകനോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, എൻ്റെ ജപമാല നഷ്ടപ്പെട്ടു, ഏതോ ഒരു വീട്ടിലാണ്, എനിക്ക് അവരുടെ അഡ്രസ്സൊന്നും അറിയില്ല, പക്ഷേ ഞാൻ അവരുടെ ഫോൺ നമ്പർ കിട്ടുമെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത് തരാം, സാർ അവിടെ ചെല്ലുമ്പം എനിക്ക് ഒന്ന് ആ ജപമാല വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനെന്നാ കുഴപ്പമില്ലല്ലോ, ആ നമ്പർ തരാൻ പറഞ്ഞു. അദ്ദേഹം പോയി അവിടെ ചെന്നതിന് ശേഷം ഈ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന സുഹൃത്തിനോട് ആ നമ്പർ വാങ്ങി ഞാൻ ആ നമ്പർ കൊടുത്തു. അദ്ദേഹം എന്നെ കുറേ നേരം കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞത് ഇതാണ്. അദ്ദേഹം ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തപ്പം ഇവർ ചെന്ന് താമസിച്ച വീടിൻ്റെ ലോഡ്ജിൻ്റെ തൊട്ട് അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ താമസിച്ച വീട്. ആ വീട്ടിലെ ഗൃഹനാഥൻ ആ ജപമാലയുമായിട്ട് സാറ് വിളിച്ച ഉടനെ അങ്ങോട്ട് ചെല്ലുകയും ഒരു പാക്കറ്റിൽ പൊതിഞ്ഞ് ഈ ജപമാല സാറിന് കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് സാറിനോട് പറഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊറിയർ സർവീസായിട്ടെങ്കിലും അയച്ചു കൊടുക്കാനിരിക്കുകയായിരുന്നു. ഈ അധ്യാപകന് ഇത് ഭയങ്കര അത്ഭുതമായി. എനിക്ക് തിരികെ കൊണ്ട് ഈ ജപമാല തന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവം, മാതാവിൻ്റെ വ്യക്തമായ ഒരു ഇടപെടൽ, മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഈ ജപമാല നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ജപമാല നമുക്കെന്ന് ശക്തിയാണ്, കോട്ടയാണെന്ന തിരിച്ചറിവ് ഈ ഒരു സംഭവത്തിലൂടെ എനിക്ക് ഉണ്ടായി. ഈശോയുടെ പീഡാസഹന വേളയിൽ ഈശോയുടെ കൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അമ്മ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോയുടെ കുരിശിൻ്റെ ചുവട്ടിൽ ഈശോയെ ആശ്വസിപ്പിക്കാനായിട്ട് അമ്മ കൂടെ ഉണ്ട് എന്നുള്ളത് ഈശോയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഹനങ്ങളിൽ പരിശുദ്ധ അമ്മ ഇതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നാം തേടിയെങ്കിൽ അമ്മ നമ്മുടെ കൂടെ നടക്കും. നമ്മുടെ സഹനങ്ങൾ നമുക്ക് രക്ഷാകരമായി തീരും എന്ന് നാം മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിലെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ വലത് കാലിന് മുട്ടിന് താഴെ ഒരു ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടു. അത് ക്രമേണ 1-2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അവിടെ കാലിൻ്റെ മുട്ടിന് താഴോട്ട് നീര് വരാൻ തുടങ്ങി. അങ്ങനെ നീര് കൂടി വന്നു. നീര് കൂടി ഒരു മന്ത് ബാധിച്ച പോലെ രീതിയിലുള്ള ഭയങ്കരമായ നീര് കൂടുകയും വല്ലാത്തൊരു വേദനയൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു 4-5 ദിവസം മരുന്ന് കഴിച്ച് അതിന് ശേഷം നമുക്ക് ഫുൾ ടെസ്റ്റ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. വല്ലാത്തൊരു പേടിയും സംഭ്രമവും വിഷമമൊക്കെ ഉണ്ടായ സമയമാണ്. ഞാൻ ഈ മരുന്ന് കഴിച്ച് 3-4 ദിവസം ഇങ്ങനെ റെസ്റ്റ് എടുത്തു. അതിന് ശേഷം ഒരു കുറവുമില്ല. ഡോക്ടറെ രണ്ടാമത് പോയി കാണുകയാണ്. ഡോക്ടർ പറഞ്ഞു 2-3 ദിവസം കൂടി നമുക്ക് നോക്കാം, അതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഫുൾ ടെസ്റ്റുകളൊക്കെ നടത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ആകപ്പാടെ വേദനിച്ചിരിക്കുന്ന സമയത്ത് ഒരു രണ്ടാമത് ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു ആദ്യ വെള്ളിയാഴ്ച അതിന് തൊട്ടടുത്ത ദിവസം ഡോക്ടറെ ചെന്ന് കാണുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പം ഈ ആദ്യ വെള്ളിയാഴ്ച രാത്രിയിൽ നൈറ്റ് വിജിൽ ശാലോമിലുണ്ട്. ആ നൈറ്റ് വിജിൽ ഞാൻ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു പ്രചോദനം ഉണ്ടാകുകയാണ്. ഈ ജപമാല ഈ നീര് വന്നിരിക്കുന്ന ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ആ സമയത്ത് ഞാൻ ഈ ജപമാല കാലിന്മേൽ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. വേദനയുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ അങ്ങനെ വേദനയോടെ കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചു. ഈ ജപമാല പ്രാർത്ഥന കഴിഞ്ഞപ്പം ഞാൻ അനുഭവിക്കുകയാണ് ഒരമ്മയുടെ ഒരു സ്വാന്തനം ഞാൻ അനുഭവിക്കുകയാണ്. വളരെ ആശ്വാസത്തോടു കൂടി സമാധാനത്തോടു കൂടി ഞാൻ ഉറക്കത്തിലേക്ക് കടന്നു. ഉറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ കാണുന്ന കാഴ്ച ഈ നീര് വന്നിരുന്ന ഭാഗമെല്ലാം ഈ നീര് വെച്ചിരുന്ന ഭാഗമെല്ലാം നോർമലായി. കാലിൻ്റെ അവസ്ഥ പഴയ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു, മാറ്റപ്പെട്ടിരിക്കുന്നു. ഡോക്ടറെ ചെന്ന് കാണുകയും
ഇനിയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ തിരികെ വിടുകയും ചെയ്തു. വലിയൊരു അത്ഭുതം പരിശുദ്ധ അമ്മ എൻ്റെ സഹനത്തിൻ്റെ വേളയിൽ ചെയ്തു. ഇതുപോലെ മറ്റൊരു അനുഭവം എനിക്കുള്ളത് വീടിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ആദ്യം കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ കിണർ കുഴി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 28 കോലോളം ഉണ്ട് കിണറിൻ്റെ ആഴം. അപ്പോൾ 20 കോലായപ്പം ഈ കിണറിൻ്റെ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തിരിച്ച് കയറി വരുന്ന സമയത്ത് കിണറ്റിൽ വീണ് ആകെ വലിയൊരു അപകടത്തിൻ്റെ അവസ്ഥ. ഫയർഫോഴ്സിനെ വിളിച്ചു, 2 or 3 വണ്ടി അവർ വന്നു. ഈ സമയത്ത് ഞാൻ വീട്ടിലില്ല. സമയത്ത് ഞാൻ കുന്നനാനത്ത് മദർ ലിറ്റിയമ്മയുടെ ദൈവപരിപാലന ഭവനത്തിൽ നടക്കുന്ന യൂത്ത് റിട്രീറ്റിൽ ചെറിയൊരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിലെന്തോ അവിടെ വെച്ചൊരു അസ്വസ്ഥത ഇങ്ങനെ അനുഭവപ്പെട്ടു. എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഞാൻ ഈ ഫയർഫോഴ്സിൻ്റെ വണ്ടി ഞാൻ വഴിയിൽ വെച്ച് കണ്ടു. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ അപകടം സംഭവിച്ചു എന്ന് ചാച്ച എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് കേട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് വളരെ സങ്കടത്തിൻ്റെ വിഷമത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ഈ വ്യക്തിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. നട്ടലിന് എന്തോ ഫ്രാക്ചറുണ്ട്, ഓപ്പറേഷൻസൊക്കെ വേണം. വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി. ആ സമയത്ത് ഈ കിണറിൻ്റെ പണി നടത്തിക്കൊണ്ടിരുന്നവർ പണി നിർത്തി. ഇനിയും കിണർ കുഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ വന്നു. ആ സമയത്ത് ഞങ്ങൾ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മറ്റൊരു കൂട്ടർ ഞങ്ങളെ സമീപിച്ച് പറഞ്ഞു, ഞങ്ങൾ കിണർ കുഴി കംപ്ലീറ്റ് ചെയ്ത് തരാം, ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ അവർ ആ കിണറിൻ്റെ പണി ഏറ്റെടുത്ത് നടത്തി. 28 കോലമായപ്പോഴത്തേക്കും വെള്ളം വന്നു. അങ്ങനെ ആ സമയത്ത്, ആ വേനൽക്കാല സമയത്ത് ഈ പ്രദേശത്തെ മറ്റ് കിണറുകളെല്ലാം വറ്റി വരേണ്ട സമയത്ത് ഈ കിണറ്റിലെ വെള്ളം വളരെ നന്നായിട്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്നു. ഒരു കുറവുമില്ല. മറ്റുള്ളവർക്ക് ഇവിടെ വന്ന് വെള്ളം കൊണ്ടുപോകാനും സാധിക്കുന്നു. അങ്ങനെ ഈ കിണറിൽ ഇവിടെ വീട്ടിലുണ്ടായ വലിയൊരു അപകടാവസ്ഥയെ ദൈവം മഹത്വപ്പെടുത്തി. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥമാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അതിനുശേഷം ഈ വ്യക്തി വീണ് ഹോസ്പിറ്റലിലായ വ്യക്തി ഇപ്പോഴും ഈ കിണറിൻ്റെ പണിക്ക് നടക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളും മാറി അദ്ദേഹം പൂർവാധിക ശക്തിയോടുകൂടി ജോലി നടക്കുന്നു. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ ഒക്കെ നമുക്ക് നേരിടാൻ സാധിക്കും. എന്ത് സഹനങ്ങൾ വന്നാലും അമ്മ കൂടെ ഉണ്ടെങ്കിൽ അമ്മ നമ്മളെ വഴി നടത്തും. അമ്മയോട് കൂടെ നടന്നാൽ അത് സഹനങ്ങൾ നമുക്ക് രക്ഷാകരമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വചനം കൂടി ഞാനൊന്ന് ഓർക്കുകയാണ്. മത്തായി 6:33. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കും. ദൈവിക കാര്യങ്ങളിൽ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അമ്മേ നിൻ ജീവിത താളമായി അന്യോന്യം സ്നേഹിക്കാൻ അരുളിയ പുത്രൻ്റെ മനസ്സിൽ